ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു കിടുക്കാച്ചി ക്രാഫ്റ്റ് ചെയ്തെടുത്താലോ? ഫസ്റ്റ് വൺ നമുക്ക് മെറ്റീരിയൽസ് പരിചയപ്പെടാം. അതായത് ഇതുപോലത്തെ ഒരു ചട്ട എടുത്തിട്ടുണ്ട്, പിന്നെ അടുത്തത് ഇതുപോലത്തെ ചാക്ക് ത്രെഡ്, പിന്നെ അടുത്തത് ഗ്ലൂ ഗണ്ണ്, പിന്നെ എടുക്കുന്നത് മെയിനായിട്ട് ഈ ഒരു പൈപ്പിംഗ് ആണ്. അതിന്റെ കുറച്ച് വൈറ്റും പിന്നെ കുറച്ച് മൾട്ടി കളേഴ്സും എടുത്തിട്ടുണ്ട്. ഇതൊരു കുറച്ച് ലോക്കൽ ഐറ്റംസ് ആണ്, നല്ല ക്വാളിറ്റിയുള്ളതാണ് എടുക്കാം. പിന്നെ അടുത്തത് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള സീസർ, പിന്നെ ഇതുപോലത്തെ ഒരു പേപ്പർ കവറിന്റെ ത്രെഡ് ഒരു വള്ളിയാണ്. അത് 2-3 ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം. പിന്നെ നെക്സ്റ്റ് വൺ ഞാൻ ഇതുപോലത്തെ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളർ. അപ്പൊ അത് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇതുപോലത്തെ സ്പ്രേ പെയിന്റ്, പിന്നെ മെറ്റാലിക് പൗഡർ. അപ്പൊ ഇത്ര സാധനം വെച്ച് നമുക്ക് ഇടുക്കാച്ചൊരു വോൾ ഡെക്കർ ചെയ്തെടുത്താലോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ചട്ട വേണം. അപ്പൊ ചട്ടനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചാക്ക് ത്രെഡില്ല, അതിന് പകരം നിങ്ങൾക്ക് ഏത് ത്രെഡ് വേണം എടുക്കാം. ഞാൻ ഈ ചാക്ക് ത്രെഡിൽ ചെയ്തെടുക്കാന്ന് കരുതി. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അളന്നിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് നീട്ടിയിട്ട് എടുക്കുന്നുണ്ട്, കാരണം നമുക്കിത് ഒട്ടിച്ചെടുക്കണ്ടേ. അപ്പൊ ഇതാ ഞാനിത് ഇങ്ങനെ അളന്നിട്ട് ഇതാ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്, കാണുന്നില്ല. അപ്പൊ നമുക്കത് ബാക്കിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാ ഞാനിത് കട്ട് ചെയ്തിട്ട് കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് പീസ് ഒട്ടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അതിനായിട്ട് ഞാനിത് ഈ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ ഇതാ ഞാൻ ആ പീസ് ഇതാ കുറച്ച് ഒട്ടിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതാ ബാക്ക് വശം ഇതാ ഇങ്ങനെയാണ്. ഇത്ര സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ അങ്ങനെ എടുക്കുന്നില്ല, സമയം കുറേ ആവും. അപ്പൊ ഞാനത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ ഞാൻ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതിന്റെ ബാക്ക് വശം കുറച്ച് വൃത്തികേടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിൽ എന്താക്കാം, എന്തെങ്കിലും ഒട്ടിക്കുക. അപ്പൊ ഞാനിത് ഇത് ജസ്റ്റ് ഇങ്ങനെ 4 പോലെ വരും. അപ്പൊ അതിന് ഞാൻ സിഗർ ലൈറ്റ് യൂസ് ചെയ്തിട്ടൊന്ന് കരിക്കുന്നുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞില്ല, ബാക്ക് കുറച്ച് വൃത്തിയിടാം. അപ്പൊ അവിടെ എന്തെങ്കിലും ഒട്ടിച്ചാൽ മതി കേട്ടാ. അപ്പൊ ഇതെന്താക്കണം, ഇനി സ്പ്രേ പെയിന്റ് വെച്ച് അടിക്കണം. നിങ്ങൾക്ക് ഏത് പെയിന്റ് വേണേ അടിക്കട്ടെ. ഞാൻ ഇതാണ് വെക്കുന്നത്. അപ്പൊ ഞാനൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് സ്പ്രേ പെയിന്റ് അടിച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതവിടെ മാറ്റി വെക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പൈപ്പ്ലിങ്ങിനെ കൊണ്ട് ചെയ്ത ഒരു ഫ്ലവർ. അപ്പൊ ഞാൻ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പൊ ഇതാ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് ഫോൾഡ് ചെയ്യുക, അങ്ങനെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ഇത് ഈ ഒരു ഐലൈനറിന്റെ ബോട്ടിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതാ ഒരു 4-5 ചുറ്റിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അപ്പൊ നീളമുള്ള ഒരു ഭാഗം എടുത്തിട്ട് അതിലോട്ട് എടുത്തിട്ട് പിന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ കുറച്ചും കൂടി സെക്യൂരിറ്റി ആയിട്ട് നിൽക്കും, കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഇങ്ങനെ ആക്കി എടുത്തിന് അതെല്ലാം ഒന്ന് വിടർത്തിയിട്ട് എന്താക്കി ഇങ്ങനെ 5 ഇതളായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടുക്ക് പ്രസ് ചെയ്തിട്ട് തിരിച്ചെടുക്കുക. വീഡിയോയിൽ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് കൈ കൊണ്ടെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കുക. കെട്ടിട്ടാൽ ഭാഗം ഒന്ന് ബാക്കോട്ടാക്കി എടുത്തിട്ട് ജസ്റ്റ് ഫ്ലവറിന്റെ രീതിയിൽ ഒന്ന് ഇതാക്കി എടുക്കുക. അപ്പൊ ഇതാ ആ ലാസ്റ്റ് ഭാഗം ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഉള്ളോട്ടാക്കിയിട്ട് വെക്കുക. അപ്പൊ ഇതെങ്ങനെ ഇരിക്കും. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് ഇതിന്റെ ഒരു ബോൾസ് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ ഞാനിത് കൈ കൊണ്ടൊന്ന് കുറച്ചും കൂടി ഷേപ്പ് ആക്കി ഇതാ ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുക. ഇതിന്റെ കുറച്ച് ക്വാളിറ്റി ഉള്ള പൈപ്പിംഗ് എല്ലാം ഉണ്ട്. പക്ഷെ എന്റെ കയ്യിൽ ഒരു ലോക്കലാണ്, എന്നാലും കുഴപ്പമില്ല, ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ബോൾസ് പോലത്തത്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി എന്റെ വിരളിന്റെ അത്രയുള്ള വണ്ണത്തിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ട്വിസ്റ്റ് ചെയ്യാനൊന്നുമില്ല, വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇതുപോലെ ബോൾ പോലെ ഇരിക്കും. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടെല്ലാം ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ട് കിട്ടും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്ലവർ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് 12 കളറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞ പേപ്പർ വള്ളിയില്ലേ, ഇത് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനായിട്ട് ഞാൻ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ബ്രൗൺ കീപ്പ് ചെയ്യുന്നില്ല, ഞാനൊന്ന് ഗ്രീൻ ടേപ്പ് ചെയ്തിട്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു 5 പീസ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഈ ഒരു ഗ്രീൻ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫെൽറ്റ് ഷീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താക്കാം, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പീസായിട്ട് കിട്ടും. അപ്പൊ 2 പീസിന്റെ ആവശ്യമൊന്നുമില്ല, ഒരു പീസ് തന്നെ ധാരാളമാണ്. അപ്പൊ ഇതെങ്ങനെ 2 കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താക്കാം, നമുക്ക് ഈ ഒരു ലീഫിന്റെ ഒരു സ്റ്റാമ്പ് പോലത്തെ, ഞാൻ ഇത് കാർബോണ്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പൊ ഇത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇത്ര പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ ലീഫ് നമ്മള് ചെയ്യുന്ന രീതിയിൽ നിൽക്കണ്ടേ. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ഒരു കമ്പിക്കെട്ട് എടുത്തിട്ടുണ്ട്. ഇത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അപ്പൊ ഈ കമ്പിക്കെട്ട് എന്താക്കണം, ഈ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താക്കാം, അവിടെ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാനും പറ്റും.
അപ്പൊ നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതാ ഈ ഫസ്റ്റ് ബേസ് ഇല്ലേ കാർഡ്ബോർഡ് ചെയ്ത അതെടുക്കാം. ഇതാ ഞാൻ പെയിന്റ് എല്ലാം അടിച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ വീഡിയോയിൽ കാണിച്ച പോലെ ആ മെറ്റാലിക് പൗഡർ ഇല്ലേ അതൊന്ന് കുറച്ച് അപ്ലൈ ചെയ്തെടുക്കാറുണ്ട്. നമുക്കൊരു ആൻറ്റിക് ലുക്കിലേക്ക് കൊണ്ടുവരാം ബോർഡ്. അപ്പോൾ ഞാനിതാ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ നല്ലൊരു എലഗൻ ലുക്കിൽ കിട്ടില്ല. നെക്സ്റ്റ് വേണം ആ വള്ളിയില്ല പേപ്പർ വള്ളി അത് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് സ്റ്റെം ആക്കിയിട്ട് നമ്മളതായ ഒരു ഇതിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ടച്ച് എനിക്ക് എന്തോ ഒരു രസം തോന്നാത്തപ്പോൾ ഞാനൊന്ന് ബ്ലാക്ക് അടിച്ചിട്ടിട്ടുണ്ട്. അല്ല നിങ്ങളെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ല ആ ലീഫ് ഇതാ ഇങ്ങനെ ഇരിക്കും. ഈ ലീഫ് എന്താക്കണം ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ അറ്റത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാ ഞാൻ ലീഫ് ഫുള്ള് ആ ഒരു അറ്റത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വേണം നമുക്ക് ഫ്ലവറാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ല ആ ലീഫ് നമുക്ക് നമ്മളതായ സ്റ്റൈലിൽ ഇങ്ങനെ വളക്കുക ഇതാക്കുക എല്ലാം ചെയ്യാം. അപ്പോൾ അതുപോലെ ഞാൻ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇതാണ് നെക്സ്റ്റ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് എന്തോ ഒരു പോരായ്മ വന്നപ്പോൾ ഞാൻ എന്താക്കി ഒരു മെറ്റാലിക്കിൻ്റെ ഗ്രീൻ പെയിന്റ് ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ടച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇപ്പം തന്നെ കാണാം ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ വേണമെങ്കിലും ചെയ്യട്ടാ. ഇതാ ഞാനിതൊരു മൾട്ടി കളർ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഓരോ അറ്റത്തായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് അടിപൊളിയായിട്ടുള്ള ഒരു പൈപ്പ്ലിങ്ങിനെ കൊണ്ടുള്ള ഒരു വോൾ ഡെക്കർ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പം ഞാൻ അതിലൊരു സ്റ്റോണും കൂടി ഒട്ടിച്ചിട്ട് അത് വീഡിയോയിൽ എടുക്കാൻ മറന്നേ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിട്ടിലായിട്ടായിട്ട് ഞാൻ ഇനി വരാം ഇൻഷാ അല്ലാ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഇതാ അപ്പോൾ ഓക്കെ.